ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജം ഭുവലസാരദക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. മലയാള ഭാഷയുടെ ചിരസ്ഥിതിയായ മഹത്വവും മലയാളികളുടെ മാർഗദർശനവുമാണ് തുഞ്ചത്ത് ആചാര്യൻ്റെ ആധ്യാത്മരാമായണം. ഉന്നതങ്ങളായ മനുഷ്യബന്ധങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് വ്യതിചലിക്കാൻ പാടില്ലാത്ത മാനുഷിക മൂല്യങ്ങൾ പിന്തുടരാൻ ജനങ്ങളെ ഉപദേശിക്കുന്നു എന്നതാണ് രാമായണത്തിൻ്റെ മഹത്വം. ആദികാവ്യമായ വാൽമീകി രാമായണത്തിലെ കഥാഭാഗങ്ങളെ പിന്തുടർന്നുകൊണ്ട് വേദവ്യാസവിരചിതമായ ആധ്യാത്മരാമായണത്തിൻ്റെ ചുവട് പിടിച്ച് രചിച്ച തികച്ചും സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള കൃതിയാണ് എഴുത്തച്ഛൻ്റെ രാമായണം. രാമ എന്ന പദം മാത്രം ഉച്ചരിക്കുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കുമെന്ന് ശ്രീ പാർവതിയുടെ ശ്രീ പരമേശ്വരൻ അരുളി ചെയ്യുന്നു. ശ്രീ വാൽമീകി മഹർഷേ നമഃ. ശ്രീ ആഞ്ജനേയായ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമസമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം. ബാലകാണ്ഡം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതനാവിന്മേ നടഞ്ചനൈ കേണാങ്കനേ നായതാ കാനനേ ദിഗംബരൻ വാരിജോത്ഭവമുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ വാ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ പാരാദേശലക്ഷണം മേന്മേൽ മംഗളശീലേ വിഷ്ണുവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധൻ വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു
വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമാവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. നാമജപത്തെ സദാകാലവും ജപിച്ചിടും കാമനാശാനുവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാഥയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിശരാരാധി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കണം. കാരുണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാംസു സഞ്ചയം മമ ചെയ്തു ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാ ജഗന്മേനാൻ ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തേനാധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവപ്രവരന്മാരാം തദ്വരശാപാദികൾ ദാതൃ ശങ്കര വിഷ്ണു പ്രഭുവന്മാർക്കും മതം വേദോജ്ഞന്മാർ മഹാത്മാക്കൾ ആർക്കു ചെല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദയ ജനജ്ഞാനിയാമാധ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാമെണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. സൂര്യസംഹാധിപതി തതനു സാഹാപതി വരദൻ പൃഥുപതി നിരർദി ജലപതി തരസാ സദാഗതി സദയം നിധപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഘോടനാംപതി ജഗതീചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാനാനിശം വന്ദിക്കുന്നേ. അഗ്രജന്മമ സദാ വിദുഷമഗ്രസേനൻ മൽഗുരുനാഥാനേകാന്തേവാസികളോടും ഉൾക്കുരുന്നെങ്കിൽ വാഴ്ക രാമനാചാരനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ചതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ദാദ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോശാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു. വീണാപാണിയെ ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതന്നാവിന്മേൽ വാണിയിടിനാൽ വാണിയിടുക വണ്ണമെന്നാവിന്മേലേവും ചൊൽവാൻ നാണമാകുന്നതു താനുമതീനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസേ സർവം ക്ഷമിച്ചിടുവൻ കൃപയാലെ ആധ്യാത്മപ്രതീകമത്യന്ത്യം ജഗസമേതാധ്യാത്മരാമായണം മൃദുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മറ്റ് ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമിജന്മം കൊണ്ടേ. ഭക്തി കൈകൊണ്ടു കേട്ടുകൊൾവിൻ ചൊല്ലിയിടുവാനത്രയും ചുരുക്കി ഞാൻ രാമമഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിയിലും ഉടൻ മുക്തരായി വന്നുകൂടും. ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഃഖാപ്തി ഭക്തിയെ ഭോഗിസക്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തെങ്കിൽ ധാത്രീൻ്റെ വീര്യം ദശരഥൻ തനയനായി രാത്രിചാരികളായ രാവണാദികൾ നമ്മെ
മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാ ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദന സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സുരഘോഷിശോഭിതേ വിമലാലയേ രത്നപീഠേ സവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു. വാമോ സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ, സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാമ്പതേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാ ഞാനുണ്ടെന്നു നിന്തൊരു വെടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിലെനിക്കിപ്പോൾ ശ്രീരാമദേവ് തത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരകാദി ഭക്തിലക്ഷണം സാങ്കേയോഗ വേദാദികളും ക്ഷേത്രോപാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിലേറ്റമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്തത്വം തീർന്നുകൂടി ചെയ്ത ജഗൽപദേ. ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യൻ കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പതേ കനിഞ്ഞരുളി ചെയ്തിടാമാരും നിന്തൊരുവടിയൊഴിഞ്ഞല്ലതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാദിനീശ്വരൻ മന്ദഹാസം പൂണ്ടരോ ചെയ്തു, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവദത്തം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാനെ കേൾപ്പിച്ചതെല്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യാതിശയം പുരുഷോത്തമം തങ്കിലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മപരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതൻ കാരണാനേകൻ ഭരൻ പുരുഷോത്തമൻ ദേവനനന്ദനാധിപാതൻ ഗുരുകരണമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അധ്യേനാധ്യനാജ്ഞനാവേനാത്മരാമൻ തത്വാത്മാ സച്ചിന്മയം സകലാത്മകനീശൻ. മാനുഷ്യരെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം സീതാരാഘവമരുസുനു സംവാദം മോക്ഷസാധനം ചൊൽവാൻ നാദേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു. ദേവിയും അനുജയും വാനരപ്പടയുമായി സത്വരമയോധ്യഭൂക്കാഭിഷേകവും ചെയ്തു. സത്വമാത്രാത്മസകലേശനവേന്നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസൂതനാ വിഭീഷണാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും
സേവനായി സൂര്യകോടി തുല്യചേതസാജകൾ ചരാവാം ചരിത്രവും കേട്ടാനന്ദിച്ചു. നിർമ്മല മണിലസൻ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിൽ അമ്മാറു ഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദൻ തന്നെ തൃക്കൻ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലുമെന്നിലുമുണ്ടോ എല്ലാം നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിലാഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നേലുമേരും നേരമാശ്രയമില്ലായല്ലോ. നിർമ്മലാത്മജ്ഞാനത്തിനവൻ നിർമ്മലാത്മജ്ഞാനത്തിനവൻ പാത്രമത്രേ. നിർമ്മമം നിത്യ ബ്രഹ്മചാരികൾ മുൻപനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വമിവനറിയിക്കണമിപ്പോൾ. ചിന്മേ ജഗന്മേ സന്മേ മായാമേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു. ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്ത പ്രവരാ കേട്ടാലും നീ. രാമനഥൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭ്രംഗരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കെഞ്ചിൽ ഭ്രമിക്കുന്നതും ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മതേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയിലൊരു നാളും. നിർമ്മലൻ പരിണാമഹീനാനന്ദമൂർത്തി ചിന്മയൻ മായാമയം തന്നെ മായാദേവി. കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തന്മായ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാതനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളാവാച പുനരവനോടരുൾ ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവെന്നറികടോ. തേജോരൂപിണിയാകുമെന്നുടെ മായതെങ്കിൽ വ്യാജമെന്നേ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം. നേരെ നീ കാൺമാലിയോ കാണ്ടാലും അതുപോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമധു സഹേ. തത്വമസ്വാദിവാമഹാവാക്യാത്വം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടമാചാരകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽപാപം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തേനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാമ ഹൃദയരഹസ്യമേതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവിടും. നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമോപദേശമില്ലതിൻ മീതയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. സാക്ഷാ ശ്രീരാമഭോക്തം വായുപുത്രനായിക്കൊണ്ടു മോഷിതം പാപകരം ഹൃദയമാനന്ദോദയം. സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടാനനാരദം പഠിച്ചിടുന്ന ഭൂമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചിട്ടുള്ളവയെന്നാകിലും
ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ. മാർക്കിടപ്രവനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദതൻ പരസ്ത്രീതനഹാരി ഭാവി മാതൃഘാതകൻ മൃദുഘാതകൻ ബ്രഹ്മഹന്ത യോഗീ വൃന്ദാപകാരി സുവർണസ്തേ ദുഷ്ടൻ ലോകനിന്ദിതാനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകൾ ദേവകളാൽ ആമോദപൂർവം പൂജനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തതു ദേവി. മംഗളാത്മാവേ മമ ഭക്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വരാദയാനിതേ പന്നവിഭൂഷ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നീനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാരസായനം തന്നോ മുഖോദ്ഗലിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ. നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചൊരു ചെയ്തേതുമേ മതിയല്ല. സാക്ഷാ ശ്രീനാരായണൻ തൻ മഹാത്മങ്ങളെല്ലാം കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണമാരായുള്ളോർ കർത്തമുണ്ടായി വരാം. കിവ്രണന്മാർക്ക് നിത്യസൗഖ്യമുണ്ടായി വരാം. കിം ദേവന്മാർക്കു ഗതിയും പുനരുതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമെങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരാഗാത്രീ കേട്ടുകൊള്ളന്നരുൾ ചെയ്തു വേദാവുശതകോടി ഗ്രന്ഥവിസ്താരം പുരമാ വേദസംഹിതാമരുൾ ചെയ്തതു രാമായണം. വാൽമീകി പുനരുപത്തിനാലായിരമായി നാൻമുഖം നിയോഗത്താൽ മാനൂക്ഷമുക്താത്തമേ ചമച്ചാനിതിലതു ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടിനാനേവം പുരാ. ആധ്യാത്മരാമായണമെന്നു പേരിനിതാധ്യാനം ചെയ്യുന്നോർക്ക് ആധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതീതന സമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പതി കീർത്തിരോഗശാന്തിയും ഉണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടുമെത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ശിവന്റെ കഥാകഥനം. പന്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുക എന്നെ മറ്റൊരു കഴിവില്ല. സാരസോത്ഭവനേവും ചിന്തിച്ചു ദേവന്മാരുടെ നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി. ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനി മാരോടുകൂടി സുചിടിനാൻ ഭക്തിയോടെ. പാപനയോടും കുരുടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരമൊരു 20,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവം തനിക്ക് അൻപോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദൽ മുക്തന്മാരായുള്ളോരു സിദ്ധയോഗികളാലും ദുർദർശന്മാരായ ഭഗവദ്രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്മിത സുന്ദരനാനനപൂർണ ചന്ദനമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഹുംബരമിന്ദിരാമനോഹരം. ഇന്ദിരാവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ജനവത്സം പാദപങ്കജഭക്ത വത്സലം സമസ്തലോകോത്സവം സദ്വേവിധം. മേരു സന്നിവകിരീടോതിൽ കുണ്ടലമുക്ത ഹാരകേരുരാംഗത കടവ് കടിസൂത്ര വലയാങ്കുലിയഘാദാഖില വിഭൂഷണം
കലിതകളേപരം കമലമനോഹരം കരുണാകരം കൊണ്ടു പരമാനന്ദം പൂണ്ടു സരസിരോഹഭവൻ മധുരസ്ഫുടാശ്രം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിന പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിനരുതാതൊരു പാദാൻഭുജം നിത്യം നമസ്തുതേ ജഗൽ സകൽപതേ. നിത്യനിർമ്മലമൂർത്തേ നിത്യം നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതദയാമേഘം നിത്യമം നമസ്തുതേ കരുണാജലാനിധേ. നിത്യവിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമസ്തുതേ. സ്വാധായ തപോധേന ജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നീരാവതില്ല. നിന്തിരുവഴിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികെ കാണായി വന്നതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സലാ പോറ്റി. സംസാരമയ പരിതപ്തമാനസന്മാരാം പുംസാം ത്വൽഭക്തി ഒഴിഞ്ഞില്ല അപേക്ഷമേതും. മരണമൂർത്തു മമ മനസ്സീ പരിതാപം കരുണാമൃതനിധേ പെരുകെ വളരുന്നു. മരണകാലേ തവ തരുണാരുണ സമചരണ സരസീജസ്മരണമുണ്ടാവനായി തരികവരം നദാനാഥ കരുണാകര പോറ്റി. ശരണം ദേവരമാരമണരബ്ദരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമപരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ. പരജിന്മയ പരാപര പത്മാശ ജയ. വരദനാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനനിധി സ്തുതി ചെയ്തൊരു നേരം മധുരതരമതിവിശദസ്മൃതാപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോഴെല്ലാവരും ഒരുമിച്ചെന്നെ കാണാൻ മാനായി ഇവിടേക്ക് ഉഴറ്റോടെ വരുവാൻ മൂലമതു ചൊൽകുന്നതു കേട്ടു. സരസീരൂപവനിവണ്ണമുണർത്തിച്ചു നിന്തിരുവഴി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തോരു വസ്തു ലോകത്തെങ്കിലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം മൂന്ന് ലോകത്തെങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നത് ഈ കാലം നാഥ. പൗലസ്ത്യതനേന രാവണൻ തന്നാലിപ്പോൾ ത്രൈലോകം നശിച്ചതു മിക്കതും വികൽപ്പതേ. മത്തവരബലാദർപ്പിതനായിട്ടതീ നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാം അയ്യോ. ലോകപാലന്മാരെയും തച്ചാടിക്കളഞ്ഞവൻ ഏകശാസനമായി ചമച്ചു ലോകമെല്ലാം പാകശാസനയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാം ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും അറിഞ്ഞതു മുടിഞ്ഞു മര്യാദയും. മർത്തിനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ. നിന്തിരുവടി തന്നെ മർത്തനായി പിറന്നിനി പങ്ക്തികന്ധരം തന്നെ കൊല്ലണം ദയാന്തേ. സന്തതം നമസ്കാരമതിനുമതിരുപോ ചെന്തലരിടീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിതമുണർത്തിച്ചതു നേരം പത്മലോചനം ചിരിച്ചരുളി ചെയ്താനേവം. ശുദ്ധശുദ്ധിയോടെന്നെ സേവിച്ചു ചിരാകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായതൂവരം സുപ്രസന്നേനമയാ. തത്വജ സത്യം കർത്യമുദ്യോഗമദേവ മേ കശ്യപ്യം ദശരഥനാമനരാജനേന്ദ്രനായി കശ്യപീതലേ തിഷ്ഠ്യതാ ദുന്യാവിദാതാവേ. തസ്യ വല്ലഭയാകുമാതിഥി വൈസല്യം തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. സൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലേ വന്നു.
കീകാസാമജകുലനാശകാരിണിയായി മേദിനി തന്നിലയോ നിജയായി ഉണ്ടായി വരൂ. മാതിദേയന്മാർ കവിവീരന്മാരായി പിറക്കണം. മേദിനി ദേവിക്കതി ഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാൻ എന്നാൽ അരുൾ ചെയ്തു നാരാനാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. ഖേദമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൽ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവരാതി കാരുണ്യാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശനായേ സ്വാതന്ത്ര്യമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതു ദാനവീരന്മാരോട് യുദ്ധവും ചെയ്വതിനോരോ കാനനഗിരിയുഹദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രഭരന്മാരായതും വൈകിടാതെ സൂത്രമാദികളോടും പത്മസംഭവം നിജ ഭക്തിശാസ്ത്രമരു ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും പൂക്കു സത്വരം ദരിദ്രിയും മസ്തസന്താവും അതിസ്വസ്ഥനായി മരുവിനാൽ തൽക്കാലേ ഹരിപ്രമുഖന്മാരാമുബുദ്ധന്മാരൊക്കവേ ഹരിരൂപധാരികളാരായല്ലോ. മാനുഷ്യ ഹരി സഹായാർത്ഥമായ തത്തസ്തോ മാനുഷ്യ ഹരിസമാവേഗവിമക്രമത്തോടെ പർവ്വത വൃക്ഷോചര യോധികളാകുന്ന പർവ്വതതുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂവി സുഖിച്ചുവാണാരല്ലോ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 രാമ. ഈ പാരായണം കേട്ട എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ് ശ്രീറാം.